ശ്രീലങ്കയിൽ നാശം വിതച്ച ഡിറ്റ്വ ചുഴലിക്കാറ്റ്. വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലിലും മരണസംഖ്യ 100 കടന്നതായി റിപ്പോർട്ട്. നിരവധി പേരെ കാണാതായി. അടുത്ത 12 മണിക്കൂറിനുള്ളിൽ ഡിറ്റ്വ ചുഴലിക്കാറ്റ് കൂടുതൽ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ശ്രീലങ്കയുടെ പ്രതിസന്ധി ഘട്ടത്തിൽ സഹായിക്കാൻ ഇന്ത്യ ഓപ്പറേഷൻ സാഗർ ബന്ധു ആരംഭിച്ചു. ഇന്ത്യൻ നാവികസേനയുടെ വിമാനവാഹിനി കപ്പലായ INS വിക്രാന്തും ഫ്രണ്ട് ലൈൻ കപ്പലായ INS ഉദയഗിരിയും എത്തിച്ച ദുരിതാശ്വാസ സാമഗ്രികളുടെ ആദ്യ ബാച്ച് ശ്രീലങ്കയിലെത്തിച്ചു. BK സുഹൈൽ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകും. സുഹൈൽ, വലിയ നാശമാണ് ഡിറ്റ്വ ചുഴലിക്കാറ്റ് ശ്രീലങ്കയിൽ വിതച്ചിരിക്കുന്നത്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളൊക്കെ സഹായവുമായി എത്തിയിട്ടുണ്ട്. ഇവിടെ ഇനിയിപ്പോൾ ശ്രീലങ്കയിൽ ആഞ്ഞടിക്കുന്ന കാറ്റിന്റെ ശക്തി കുറഞ്ഞിട്ടുണ്ടോ? തമിഴ്നാട് തീരത്തേക്ക് വ്യാപിക്കുമെന്നുള്ള വിവരങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരം വാർത്തകളുടെ വിശദാംശങ്ങൾ കൂടി. ശ്രീലങ്കയുടെ കിഴക്കൻ തീരത്താണ് ഈ ഡിറ്റ്വ ചുഴലിക്കാറ്റ് ശക്തമായി ആഞ്ഞടിച്ചത്. അത് 300 മില്ലിമീറ്ററിന് മുകളിലേക്ക് മഴ ഉണ്ടായി. അതേപോലെ തന്നെ ശക്തമായ കാറ്റും. ഇതിൽ പല സ്ഥലത്തും ഉരുൾപൊട്ടലും അതേപോലെ തന്നെ പ്രളയവും ഉണ്ടായി. ഇവിടെയാണ് 100-ലേറെ പേർ മരിച്ചത്. 2,19,000-ഓളം ആളുകൾ, അതായത് 61,175 കുടുംബങ്ങൾ ദുരിതബാധിതരായി എന്നാണ് ശ്രീലങ്കയുടെ കണക്ക്. വിവിധ പ്രദേശങ്ങളിൽ ഇപ്പോഴും വെള്ളക്കെട്ട് തുടരുകയാണ്. കാണാതായ നിരവധി പേരുണ്ട്. അതുകൊണ്ട് തന്നെ നദികളുടെ ജലനിരപ്പ് ഉയരുകയും കൊളംബോയിലും ചുറ്റുമുള്ള പ്രദേശങ്ങൾ പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ, അതേപോലെ തന്നെ റോഡ്, റെയിൽ ഗതാഗതങ്ങൾ എല്ലാം തന്നെ അടക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. സർക്കാർ ഓഫീസുകളും സ്കൂളുകളും അടച്ചു. കൊളംബോയിലടക്കം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മെഡിക്കൽ സേവനങ്ങൾ, അതേപോലെ തന്നെ തുറമുഖങ്ങൾ എല്ലാം, മത്സ്യബന്ധനം എല്ലാം തന്നെ നിരോധിക്കപ്പെട്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഏതായിരുന്നാലും ഈ കാറ്റ് ഇപ്പോൾ ഇന്ത്യൻ തീരത്തേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. തമിഴ്നാട് പുതുച്ചേരി തീരത്തേക്കാണ് നീങ്ങുന്നത്. ശ്രീലങ്കയിൽ മഴ തുടരുന്നുവെങ്കിലും അപ്പോൾ ഇവിടെ കാറ്റിന്റെ ഒരു സാഹചര്യം മാറിയിട്ടുണ്ട്. നമുക്കറിയാം, തമിഴ്നാട്, പുതുച്ചേരി, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ മേഖലകളിലെല്ലാം തന്നെ ശക്തമായ അലർട്ട് ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ചെന്നൈ അടക്കമുള്ള പ്രദേശങ്ങളിലെല്ലാം റെഡ് അലർട്ടാണുള്ളത്. ഇത് എത്രത്തോളം ബാധിക്കും എന്നുള്ളത് വരും മണിക്കൂറുകളിൽ മാത്രമാണ് നമുക്ക് പറയാൻ സാധിക്കുക.